നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം PTP നിന്നും വലിയവിള പോകുന്ന വഴിക്ക് ഇലിപ്പോട് ജംഗ്ഷനിൽ സമീപമാണ്. ഇലിപ്പോട് ജംഗ്ഷനിൽ നിന്നും വെറും 200 മീറ്റർ മാറി 5 സെന്റിലായിട്ട് 1200 സ്ക്വയർ ഫീറ്റിലായിട്ട് ഏകദേശം 20 വർഷത്തോളം പഴക്കമുള്ള പൂർണ്ണമായും ചുടുകല്ലിൽ തീർത്ത ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2-3 കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഏകദേശം കണ്ടില്ലേ, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളായിട്ട് ടോട്ടൽ 3 ബെഡ്റൂമുകളിലാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തന്നെ പൂർണ്ണമായും തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഏത് രീതിയിൽ ഇന്ത്യയിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലേക്കും കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. ഏകദേശം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ്, ഒരു ഹോൾ ഏരിയ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു എൽ മോഡൽ ടൈപ്പിലേക്കാണ് ഈ ഹോൾ വന്നിട്ടുള്ളത്. ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഏകദേശം ഇന്നത്തെ മോഡേൺ രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ബിൽഡ് ക്വാളിറ്റി കാര്യത്തിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. പഴയ ചുടുകല്ലും മണലും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അതിന്റെ ക്വാളിറ്റിയുടെ ഏകദേശം ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് ഏകദേശം നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പഴയ ടൈപ്സ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. ബെഡ്റൂമിന്റെ സൈസും ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കബോർഡ്സിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് താഴത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അത് ബാത്റൂംസിന്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലേക്കാണ് ഈ ബാത്റൂംസ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ഉള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഴയ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ മെയിൻ്റെനൻസ് എല്ലാം ചെയ്ത് ഫുൾ പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഒരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വീടിനകത്തായാലും സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള വീടാണ് കൂടിയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് ഇതെല്ലാം തന്നെ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള നമുക്ക് ഏകദേശം ഒരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ആ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നനകല്ല് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബാക്ക് സൈഡിൽ നമുക്ക് ഏത് കൺസ്ട്രക്ഷൻ ചെയ്യാൻ രീതിയിലേക്കുള്ള ഒരു കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് ഏരിയ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നല്ല ധാരാളമായി ഇന്നത്തെ ഒരു പുതിയ രീതിയിലേക്കുള്ള ഒരു ടെയിൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് കുറച്ച് റിനോവേഷൻ ചെയ്തതുകൊണ്ട് കുറച്ച് നല്ല നീറ്റ് ആയിട്ടാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ താഴത്തെ ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റെയർകേസിന് അടിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വന്നാലും നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാതെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഒരു ചെറിയൊരു സ്പേസ് ആയിട്ടുള്ള രീതിയിലേക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടർ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെയർകേസ് ഒക്കെ നമുക്ക് വലിയ വലിപ്പമുള്ള വൈഡ് ആയിട്ടുള്ള സ്റ്റെയർകേസ് അല്ല, ഒരു മീഡിയം ടൈപ്പ് സ്റ്റെയർകേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഒരു രണ്ടാമത് ചെയ്തിട്ടുള്ള ഒരു റിനോവേഷൻ ചെയ്തതിന്റെ ഒരു ഫീലിംഗ്സ് ഒക്കെ മനസ്സിലാവും. ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പോൾ 2 ബെഡ്റൂമുകൾ, ഹാള്, ഒരു വർക്ക് ഏരിയ, അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം സൈസിലേക്ക് കയറുമ്പോൾ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. കാരണം അത് പുറത്തേക്ക് നമുക്ക് ബാത്റൂം ചെയ്യാനുള്ള സ്പേസ് കൂടുതലായിട്ട് ഉണ്ട്. ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം ടൈപ്പ് ബെഡ്റൂംസുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ അത് കുറച്ചുകൂടി മറ്റ് ബെഡ്റൂമിനെക്കാളും അല്പം കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഡിസൈൻ നോർമൽ ടൈപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പെയിന്റിംഗ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ തന്നെ അലമാരയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റിന്റെ കാര്യത്തിൽ ഏകദേശം ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ ഏകദേശം യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിൽ ധാരാളം നല്ലൊരു സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാം. ഏകദേശം ഫുൾ കവറിങ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റെയർകേസ് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ഏരിയ കൂടിയാണ് ഇത്. വീട് പഴക്കമുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു പ്രോബ്ലവും ഇല്ല. ഒരു വീടെന്ന് സ്വപ്നം ആഗ്രഹിക്കുന്നവർക്ക്, ഒരു മീഡിയം റേഞ്ചിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ നമുക്ക് നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. 2 സൈഡിലായിട്ട് നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ചാവി മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നല്ല രീതിയിലുള്ള ബാൽക്കണി ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു PTP അല്ലെങ്കിൽ വലിയ വിള ഒക്കെ ഇലിപ്പോടൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണ്. അത്യാവശ്യം പഴയ വീടാണെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ യാതൊരു പ്രോബ്ലംസ് ഇല്ലാതെ പഴയ ചുടുകല്ല് മണലുവാണെന്ന് പറഞ്ഞാൽ ഈ ശാസ്തമംഗലത്ത് നിന്ന് വെറും 3 കിലോമീറ്റർ താഴെയാണ് ഇതിലേക്ക് വരാനുള്ള. ഇലിപ്പോട് ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ ആണ്. PTP നിന്ന് 2 കിലോമീറ്ററിനകത്താണ് ഇതിലേക്ക് എത്താൻ പറ്റുന്നത്. വലിയവിള ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ താഴെ വരുന്ന ഈ വീട് ഏകദേശം 5 സെന്റ് 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാണ് ഇതിലേക്ക് വരുന്നത്. സ്ക്വയർ ഫീറ്റിന്റെ റേറ്റിൽ അല്പം കൂടിയൊക്കെ ഒരു ഇതായിട്ട് വരും. കാരണം 1600 1650 700 സ്ക്വയർ ഫീറ്റോളം ഓൾമോസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്.
ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 89 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക.